ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്തതാണ് ഈ കേക്ക്. പിള്ളേർക്ക് വൈകിട്ട് സ്നാക്സിന് ചായയ്ക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ ചെയ്തെടുത്തതാണ് ഈ കേക്ക്. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ക്യാരറ്റും ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു കപ്പ്, കറക്റ്റ് 1 കപ്പുണ്ട്. നമ്മൾ മാവ് എടുക്കുന്നത് ഈ ഒരു കപ്പിന് 1 കപ്പാണ്. അതുകൊണ്ട് ക്യാരറ്റും ഈ 1 കപ്പ് തന്നെ മതിയാവും. വലിയ ക്യാരറ്റാണ് കയ്യിലുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ മാവിൻ്റെ അളവനുസരിച്ച് ക്യാരറ്റ് എടുക്കാൻ നോക്കുക. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കണം. ആ പഞ്ചസാര കരിഞ്ഞു പോകാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാര ഉരുകി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കണം. അപ്പോൾ പഞ്ചസാര ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര ഇവിടെ മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മെൽറ്റായിട്ടില്ല, ഇനി മെൽറ്റാവാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഉരുകി വെള്ളത്തിലേക്ക് ലയിച്ച് ചേരണം. എന്നിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് ഒരുപാടങ്ങ് വറ്റിപ്പോയരുത്. അതിന് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി. ഒരുപാട് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് ഒഴിക്കാൻ പാടായിരിക്കും, അങ്ങ് ഉറഞ്ഞു പോകും. ഇനി ഞാൻ ഇതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കാഷ്യൂനട്ടും ഈ കിസ്മിസും ഉള്ളതുകൊണ്ട് അത് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദ വേണ്ട, ഗോതമ്പ് പൊടി ആക്കാമെന്ന് കരുതി. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി അരിച്ചെടുക്കാം. മാവിവിടെ ഇടഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നന്നായിട്ടൊന്ന് എല്ലായിടവും ഒന്ന് യോജിക്കാൻ വേണ്ടി. ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവിലാണല്ലോ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മുട്ട തന്നെ മതിയാവും. 3 മുട്ടയായി കഴിഞ്ഞാൽ അതിന് മിക്സറിന് വ്യത്യാസം വരും. കാരണം കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോവും. അതുകൊണ്ട് 1 കപ്പ് ഗോതമ്പ് മാവിന് 2 മുട്ട തന്നെ മതിയാവും. പിന്നെ ഷുഗർ സിറപ്പും കൂടെ ചേർക്കുമ്പോൾ അത് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിക്കോളും. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലും ചേർത്ത് നമുക്ക് നന്നായിട്ടിത് അടിച്ചെടുക്കണം. ഇതിപ്പം ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാർ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മധുരം അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്, എനിക്ക് അത്രയും അധികം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര മാത്രം എടുത്തത്. അപ്പോൾ അതും കൂടെ ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഷുഗർ സിറപ്പും ക്യാരറ്റും കൂടെ ആ മിക്സും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1/2 കപ്പ് പഞ്ചസാര എടുത്തു. പിന്നെ അല്ലാതെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മൊത്തത്തിൽ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് മിക്സായി കിട്ടത്തുമില്ല. അപ്പം 3 തവണയായിട്ടാണ് ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു തവണ ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും കുറച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമത്തെ തവണ ഇട്ട പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനത്തെ ലാസ്റ്റുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വിസ്ക് എടുക്കുകയാണ്. വിസ്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് മാവ് നന്നായിട്ട് മിക്സായി കിട്ടും. കട്ടകളൊന്നുമില്ലാതെ ഒരേപോലെ എല്ലായിടത്തും മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ മറന്നുപോയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉപ്പ്. അപ്പോൾ 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടഞ്ഞെടുത്തപ്പോൾ ഇടേണ്ട ഉപ്പാണ്. എനിക്ക് മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉപ്പ് ചേർക്കുന്നത്. ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അധികം നേരമൊന്നും മാറ്റി വെക്കരുത്, അപ്പോഴത്തേക്ക് നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കണം. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പറും വെച്ച് അതിലേക്കും കൂടെ കുറച്ചൊന്ന് എണ്ണയൊന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇളകി വരും കേക്ക്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്തേക്ക് ഞാൻ ഓവൻ 10 മിനിറ്റത്തേക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ പാത്രത്തിലും നമുക്ക് ഇതുണ്ടാക്കാം, കുക്കറിലും ഉണ്ടാക്കാം. അപ്പം കുക്കറാണെങ്കിലും സാധാ പാത്രമാണെങ്കിലും അതും ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴാണ് കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വരുന്നത്. അല്ലെങ്കിൽ ചില ഭാഗം കുഴിഞ്ഞും എന്തോ ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ കേക്ക് വരും. അപ്പം ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എയർ ബബിൾസ് എല്ലാം പോയിക്കോളും. ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഓവനിൽ വെക്കുവാണെങ്കിൽ 180 ഡിഗ്രിയിൽ അരമണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്നിട്ട് ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം, ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടോ എന്നറിയാമല്ലോ. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ ചെറിയൊരു നനവ് ഫീൽ ചെയ്യുന്നുണ്ട് സ്ക്യൂറിൽ. അതുകൊണ്ട് ഞാനൊരു 2 മിനിറ്റത്തേക്കും കൂടെ ഓവനിൽ വെക്കുകയാണ്. 2 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കുത്തി നോക്കുകയാണ്. കുത്തി നോക്കിയപ്പം ഒട്ടും നനവില്ല. അപ്പം കേക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ സാധാ പാത്രത്തിലാണ് കേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ തന്നെയും നിങ്ങൾ ഇടയ്ക്ക് തുറന്ന് നോക്കരുത്. ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ കേക്ക് അങ്ങ് താഴ്ന്നു പോകും. അപ്പം ശരിയായ നല്ല രീതിയിൽ കേക്ക് കിട്ടത്തില്ല. അപ്പോൾ അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയാൽ മതി. തണുത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഇളക്കിയെടുക്കുകയാണ്. സൈഡൊന്ന് ഒരു കത്തി കൊണ്ട് ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ പ്ലേറ്റിലേക്ക് മറിച്ചിടാം. എന്നിട്ട് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. തട്ടുമ്പോഴത്തേക്ക് കേക്ക് അങ്ങ് വിട്ട് വന്നോളും. അപ്പോൾ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പേപ്പറെല്ലാം മാറ്റി കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇപ്പോൾ രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും കൊടുക്കാൻ പറ്റും. ചില കുട്ടികൾ രാവിലെ ഒന്നും കഴിക്കാതെ അല്ലേ സ്കൂളിൽ പോകുന്നത്. അപ്പം അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. ഈ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പ് പൊടിയും ക്യാരറ്റും മുട്ടയൊക്കെ ആയതുകൊണ്ട് ഹെൽത്തിന് അങ്ങനെ പ്രോബ്ലം വരുമെന്ന് പേടിക്കുകയൊന്നും വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ ഓക്കെ, താങ്ക് യു.